അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് ഹന ഫാത്തിമയുടെ മരണമാണ് വല്ലാണ്ട് വേദനിപ്പിച്ചത്. ഹന ഫാത്തിമ 11 വർഷം മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോളാണ്. മരണകാരണമാണ് വളരെ വേദനിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ, അതുപോലെ സഹോദരന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാം ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ സ്നേഹിച്ച് വളർത്തുന്ന ഒരു ജീവിയാണ് പൂച്ച. പൂച്ച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഈ പൂച്ച ഈ ഹന മോളെ ഒരു പ്രാവശ്യം മാന്തി. അതത്ര കാര്യമായിട്ടൊന്നും കണ്ടില്ല. പിന്നെ ഹന മോള് ആ ഒരു കാരണം കൊണ്ട് തന്നെ പിന്നെ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ പൂച്ചയ്ക്ക് ചെറിയ മാന്തെല്ലാം കാണുമ്പോൾ നമുക്കത് നിസ്സാരമായി കാണുകയാണ്. ഇന്ന് അഷ്റഫിൻ്റെയും സജ്നയുടെ പൊന്നുമോളായ ഹന ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ പൊന്നുമക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ളതെല്ലാം നിസ്സാരമായി കാണേണ്ടത്. നായയേക്കാൾ ഏറ്റവും അപകടമാണ് പൂച്ചയുടെ മാന്തലൊക്കെ. പൂച്ച അങ്ങനെ എപ്പോഴും മാന്തൂല. പൂച്ച മാന്തലെങ്കിൽ ചില സാഹചര്യങ്ങളുണ്ടാവും. അതിനെ ചവിട്ടുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ശല്യമുണ്ടായപ്പോഴാണ് ഈ പൂച്ച മാന്തുക. ആ മാന്തിയത് നാം നിസ്സാരമായി കണ്ടാൽ പിന്നെ നോക്കൂ, ആ കുടുംബത്തിൻ്റെ ഏറ്റവും സന്തോഷത്തിൻ്റെ പ്രതീകമായ ആ പ്രിയപ്പെട്ട പൊന്നുമോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഓരോ വീട്ടിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അങ്ങനെ പൂച്ചയ്ക്ക് മാന്തിട്ടില്ലെങ്കിൽ, അത് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള അപകടം വന്നു പോകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ഈ ഒരു പരീക്ഷണം ക്ഷമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നാം നിസ്സാരമായി കാണരുത്. നമ്മുടെ വീട്ടിൽ പൂച്ചയ്ക്ക് വളർത്തൽ നല്ലതാണ്. വളർത്തുമ്പോൾ അതിനെ വളർത്തുന്ന രീതിയിലേക്ക് വളർത്തണം. വളർത്തുമ്പോൾ നാം അശ്രദ്ധയോടുകൂടി വളർത്തിയാൽ അപകടത്തിൽപ്പെടും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ കുടുംബത്തിന് ക്ഷമാപ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.